ഒരാളും മറ്റൊരാൾക്ക് വെറുതെ ഒന്നും നൽകില്ല. നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു നൽകാൻ നമ്മുടെ കയ്യിൽ വേണം. ഒരാളുടെയും സിമ്പതി ആഗ്രഹിച്ചുകൊണ്ട് നാം നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആരെങ്കിലും നമുക്ക് വല്ലതും നൽകുന്നുവെങ്കിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടാകും. നമ്മളെ കൊണ്ട് നേടേണ്ട അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട ചില ലക്ഷ്യങ്ങൾ. അത് ലഭിക്കില്ല എന്ന് തോന്നുമ്പോഴോ അല്ല എങ്കിൽ അത് ലഭിച്ചു കഴിഞ്ഞാലോ അവരുടെ ഭാഗത്ത് നിന്നുള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ആനുകൂല്യം അവിടെ അവസാനിക്കും. എല്ലാറ്റിനും പരിമിതിയുണ്ട്. ഒരാളെ സഹായിക്കുന്നതിന്, ഒരാൾക്ക് വല്ലതും നൽകുന്നതിന് എല്ലാറ്റിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് വല്ലതും നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സർവീസോ ഒരു പ്രോഡക്റ്റോ എന്തെങ്കിലും ഒന്ന് തിരിച്ചു നൽകാൻ കഴിയണം. സർവശക്തനായ പ്രപഞ്ചനാഥൻ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാലും അത് നൽകപ്പെട്ടിട്ടുള്ളത് വിവിധ ആളുകൾക്കാണ്. എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും നൽകിയ ഒരവസ്ഥയിലല്ല. അത് ഈ ഭൂമിയുടെ, ഈ മനുഷ്യകുലത്തിന്റെ ഒക്കെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിൽ, ഡെവലപ്മെന്റിന് ആവശ്യമായ രീതിയിൽ അത് വ്യത്യസ്ത മേഖലകളിലായി, വ്യത്യസ്ത വ്യക്തികളിലായി, വ്യത്യസ്ത സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലുമായിട്ടാണ് അത് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ആ വിഭവം ലഭിക്കണമെങ്കിൽ, അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം അതിന് വില നൽകിയേ തീരൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. സർവശക്തൻ പ്രപഞ്ചനാഥൻ ആ രീതിയിലാണ് ഈ ഭൂമിയെ, ഈ മനുഷ്യന്റെ ജീവിതത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഈ ലോകത്ത് നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വില നൽകിയിരിക്കണം, പേ ചെയ്യണം. അത് സേവനത്തിന്റെ പേരിലാകാം, നിങ്ങളുടെ കഴിവുകളും സ്കില്ലുകളുമാകാം. അല്ല എങ്കിൽ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയണം. ഏത് കാലത്തും ദരിദ്ര നാരായണനായി റെയിൽവേ സ്റ്റേഷനുകളുടെയും ബസ് സ്റ്റാൻഡുകളുടെയും ഓരത്ത് വീടില്ലാതെ, കുടിയില്ലാതെ, നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ലാതെ, മരുന്ന് കഴിക്കാനില്ലാതെ ഈ ലോകത്തുള്ള നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്ന് ഒന്നും ലഭിക്കാതെ, അമാന്യമായി യാതൊരു മാന്യതയും ജീവിതത്തിലില്ലാതെ ഓരത്ത് ചേർന്നു നിൽക്കുന്ന ദരിദ്രനാവണം നാം. എങ്കിലാരെങ്കിലും പിച്ചച്ചട്ടിയിലേക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഗുണത്തെ ഓർത്തുകൊണ്ട് അവരെന്തെങ്കിലും നൽകിയേക്കാം. അല്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും ഒന്നും വെറുതെ നൽകുന്നില്ല. അതിന് അവർക്ക് തിരിച്ചു കിട്ടേണ്ട അവരുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാചകനുണ്ടായിരുന്നു. അദ്ദേഹം കീറിപ്പറിഞ്ഞ വസ്ത്രവും ജടകുത്തിയ താടിമുടികളുമായി എന്നും ആളുകൾക്ക് മുന്നിൽ കൈനീട്ടും. ചില്ലറത്തുട്ടുകൾ. അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയാത്ത രീതിയിലുള്ള വരുമാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ, ദിവസങ്ങളോളം ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു സമ്പന്നൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു സൂട്ട് കേസും സ്യൂട്ടുമെല്ലാം ഇട്ടുകൊണ്ട് വളരെ ജെന്റിലായി അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിന് തോന്നിപ്പോയി ഇദ്ദേഹം ഒരു ധനാഢ്യനാണ്, ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന്. ഇദ്ദേഹം പിച്ചക്കായി തന്റെ പിച്ചപാത്രം ആ ധനാഢ്യന്റെ, ആ ബിസിനസ്സുകാരന്റെ മുന്നിലേക്ക് നീട്ടിയപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷെ പകരം എന്താണ് നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകുക എന്ന്. ഞാനൊരു ബിസിനസ്സുകാരനായത് കൊണ്ട് തന്നെ ഞാൻ നൽകുന്ന പണത്തിന് തുല്യമായ വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് ലഭിക്കണം, എന്നാലേ ഞാൻ പണം നൽകുകയുള്ളൂ. എന്താണ് അങ്ങയുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ എന്താണ് എനിക്ക് നൽകാനുള്ളത് എന്ന്. ഈ ദരിദ്രനായിട്ടുള്ള യാചകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യാചകനാണ്, ഞാനൊരു ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് താങ്കൾക്ക് നൽകാനൊന്നുമില്ല, എനിക്ക് വല്ലതും തരണമെന്ന്. അപ്പോൾ ആ ബിസിനസ്സുകാരൻ ചില്ലറത്തുട്ടുകളിട്ട്, നിങ്ങൾക്ക് മതിയായ വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം. ഒന്നും നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനോ അത് ചോദിക്കാനോ ഉള്ള അർഹതയില്ല എന്ന്. എന്നിട്ട് ആ ബിസിനസ്സുകാരൻ അങ്ങനെ നടന്നു പോയി.
ഈ യാചകനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇത് സ്ട്രൈക്ക് ചെയ്യുന്നു. ശരിയാണ്, ഞാൻ വർഷങ്ങളായി ഒരുപാട് കാലമായി ഇതേ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ പിച്ചയെടുത്തുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാൻ കഴിയുന്നില്ല, ലഭിക്കുന്നില്ല. അതിനുള്ള വരുമാനം എനിക്കില്ല. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇതുവരെ ഒന്നും ആർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മതിയായ വരുമാനം ലഭിക്കാൻ, അത് ചോദിക്കാൻ യാതൊരു അർഹതയുമില്ല എന്നങ്ങനെ ചിന്തിച്ചില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ വല്ല മാറ്റവും വേണം എന്നൊക്കെ ആഗ്രഹിച്ചങ്ങനെ 3-4 ദിവസം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷന്റെ ഓരത്ത് ഒരു ചെടി നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ പൂക്കളിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിച്ചു, എന്താണ് എനിക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുക? ഞാൻ പിച്ചയെടുക്കുമ്പോൾ എനിക്ക് പണം നൽകുന്നതിന് പകരമായി എന്താണ് എനിക്ക് തിരിച്ചു നൽകാൻ കഴിയുക എന്ന് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രെയിൻ വരികയും ഇദ്ദേഹം കുറച്ച് പൂക്കൾ ആ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് അത് തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തനിക്ക് പിച്ച നൽകുന്ന ഓരോ ആളുകൾക്കും അതിൽ നിന്ന് ഒരു പൂ എടുത്തു നൽകുകയും ചെയ്തു. സന്തോഷത്തോടെ ആ പൂക്കൾ സ്വീകരിക്കുന്നതും അങ്ങനെ അത് തുടർന്നു. പിന്നീട് ഓരോ ട്രെയിൻ വരുമ്പോഴും ഇദ്ദേഹം ഈ ചെടികളിൽ നിന്ന് പറിച്ച പൂക്കളുമായി ആ ട്രെയിനിൽ കയറുകയും തനിക്ക് പിച്ച നൽകുന്ന, തനിക്ക് എന്തെങ്കിലും നൽകുന്ന ആളുകൾക്ക് ഒരു പൂ സമ്മാനിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി അവരാ പൂക്കൾ സ്വീകരിക്കുകയും ഇന്നലെ നൽകിയതിനേക്കാൾ കൂടുതൽ സംഖ്യ പിച്ചയായി യാചകന് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. പിന്നീട് ആ പരിസരത്തുള്ള ചെടികളിലെ പൂക്കളെല്ലാം ഇദ്ദേഹം ശേഖരിച്ച് അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഈ പൂക്കൾ ശേഖരിച്ച് രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയും തനിക്ക് പിച്ച നൽകുന്നവർക്ക് ഈ ഓരോ പൂക്കൾ നൽകുന്ന പണി തുടരുകയും ചെയ്തു. ഇദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുകയും അദ്ദേഹത്തിന് കുറച്ചൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള സംഖ്യകൾ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ ഈ പൂക്കൾ ശേഖരിക്കുന്നതും പൂക്കൾ വിതരണം ചെയ്യുന്നതുമൊക്കെ കുറച്ച് കൂടുതലായി. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൂടി പൂക്കൾ ശേഖരിക്കുകയും അതിനെ ഒരു ബൊക്ക രൂപത്തിലാക്കുകയും ചെയ്ത് അദ്ദേഹം അങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് പോകുകയും അദ്ദേഹത്തിന് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം അത് മറ്റു സ്ഥലങ്ങളിലേക്കും ഈ ഒരു പണി വ്യാപിപ്പിച്ചു. അതിനിടയിൽ പഴയ ബിസിനസ്സുകാരനെ വീണ്ടും കണ്ടുമുട്ടി ഇദ്ദേഹത്തിന് കുറച്ചു ക്യാഷ് നൽകി പകരം ഒരു പൂച്ചെണ്ട് അദ്ദേഹത്തിന് പകരം നൽകി. ബിസിനസ്സുകാരൻ ഒരു പുഞ്ചിരിയോടുകൂടി അങ്ങനെ നടന്നുപോയി. അദ്ദേഹം വ്യത്യസ്ത റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പൂക്കൾ നൽകി പിച്ച സ്വീകരിക്കുന്ന ഒരു രീതി അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ 2 സ്യൂട്ടുധാരികളായിട്ടുള്ള ആളുകൾ, 2 ബിസിനസ്സുമാൻമാർ കണ്ടുമുട്ടുകയും ഒരാൾ മറ്റൊരാളെ അഭിവാദ്യം ചെയ്യുകയും ഹായ്, എന്നെ പരിചയമുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയല്ലേ എന്ന്. ഇതെന്താ ഇങ്ങനെ ഷൂട്ടും കൊണ്ടൊക്കെ ധരിച്ച് വേഷമൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും നൽകുന്ന ആളുകൾക്ക് എന്തെങ്കിലും തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പൂക്കൾ നൽകുകയും അതൊരു ബിസിനസ്സായി, ഒരു കച്ചവടമായി മാറുകയും ചെയ്തു. ഇന്ന് ഞാൻ യാചകനല്ല, ഇന്നു ഞാൻ ബിസിനസ്സുകാരനാണ്. യാചകനെ പോലെ ഞാൻ പിച്ച സ്വീകരിക്കുന്നുവെങ്കിലും ഞാൻ പകരമൊന്ന് നൽകുന്നതോടുകൂടി ഞാനിന്നൊരു ബിസിനസ്സുകാരനാണ് എന്ന്. അങ്ങനെ 2 പേരും ഷേക്ക് ഹാൻഡ് കൊടുത്തു, ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നാം വെറുതെ ആളുകളുടെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ദരിദ്ര നാരായണനായി കഴിയുകയാണ് എങ്കിൽ എന്നും അതേ സ്ഥിതി തുടരുകയും എന്തെങ്കിലും പകരം നൽകാൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് തന്നെ മാറുകയും അധിക വരുമാനം വരികയും അതൊരു ബിസിനസ്സായി രൂപപ്പെടുകയും ചെയ്യും. സാധനങ്ങൾ വിൽക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കഴിവുകളെ, നമ്മുടെ സ്കില്ലുകളെ, നമുക്ക് നൽകാൻ കഴിയുന്ന സേവനത്തെ എന്തുമാകട്ടെ മറ്റുള്ളവർക്ക് നൽകിയതിൽ കിട്ടുന്ന പ്രതിഫലത്തിന് അതിന് വളർച്ചയുണ്ടാകും, അതിന് ഉയർച്ചയുണ്ടാകും, അതിന് പരിമിതിയില്ലാത്ത രീതിയിൽ വളരാൻ കഴിയും. അതുകൊണ്ടു തന്നെ ആരുടെയും സിമ്പതിയോ കാരുണ്യമോ ഒന്നും കാത്തു നിൽക്കാതെ, അതിന് വഴങ്ങിക്കൊടുക്കാതെ, അടിമയെ പോലെ
ജീവിക്കാതെ, ആരുടെയും മുന്നിൽ കൈനീട്ടിക്കൊണ്ട് നിൽക്കാതെ, നമുക്കുള്ള കഴിവുകളെ, നമുക്കുള്ള അറിവുകളെ, നമുക്കുള്ള സ്കില്ലുകളെ, നമുക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങളെ, എന്തുമാകട്ടെ, ഏത് പ്രൊഡക്റ്റുമാകട്ടെ, എന്തെങ്കിലും ഒന്ന് ആളുകൾക്ക് നൽകിക്കൊണ്ട് നാം ക്യാഷ് സ്വരൂപിക്കുന്ന രീതിയിലായാൽ, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടന്നാൽ, കൊടുക്കൽ വാങ്ങലുകളാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഈ സമൂഹമെന്നും ഈ ഭൂമിയെന്നും മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കാരെങ്കിലും എന്തെങ്കിലും നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റോ സേവനമോ അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ മാറ്റുകയും, അതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ കണ്ടെത്തുകയും, അറിവുകൾ കണ്ടെത്തുകയും, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട്, സേവനമായോ പ്രോഡക്റ്റായോ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ആളുകളുടെ മുന്നിലേക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. അതിന് നമുക്കെല്ലാം കഴിയട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തട്ടെ. സമാധാനപൂർവവും ശാന്തവുമായ ഒരു ജീവിതം നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഇതുപോലെയുള്ള പോസിറ്റീവായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതുവരെ നന്ദി, നമസ്കാരം.